ഓരോ ആരാധനാലയങ്ങളുടെയും പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് ആ ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്ന മതസ്ഥരാണ്. എന്നാൽ ഹൈന്ദവന്റെ ആരാധനാലയങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സോഷ്യലിസം കലർത്തുന്ന നീചവും നിന്ദ്യവുമായ പ്രവൃത്തി ഈ അടുത്ത കാലത്തായി ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നുണ്ട്. പരിപാവനങ്ങളായ ക്ഷേത്രാങ്കണങ്ങൾ കളങ്കിതമാക്കുന്ന പ്രവൃത്തികൾക്ക് ചുക്കാൻ പിടിക്കുന്നതും ഹൈന്ദവർ തന്നെയാണ്. ദേവസ്വം ബോർഡിൽ അവിശ്വാസികൾ അനിയന്ത്രിതമായി നിയമിക്കപ്പെടുന്നതും ക്ഷേത്രാചാരങ്ങളെ നിന്ദിക്കുന്നതും വിശ്വാസികളെ അധിക്ഷേപിക്കുന്നതും ചോദ്യം ചെയ്യാനോ ഹിന്ദുക്കൾ തയ്യാറാകാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത്. ഓരോ മതസ്ഥർക്കും അവരവരുടെ വിശ്വാസങ്ങളും ആചാര അനുഷ്ഠാനങ്ങളുമുണ്ട്. അതിൽ അനധികൃതമായി കൈകടത്തുമ്പോഴോ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ പുച്ഛിക്കുമ്പോഴോ ഒക്കെയാണ് മതസൗഹാർദ്ദമെന്ന നിലപാടിൽ നിന്ന് നാം വ്യതിചലിക്കുന്നതും അതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി മാറ്റപ്പെടുന്നതും. പറയാൻ വന്നത് മമ്മയൂർ മഹാദേവ ക്ഷേത്രത്തിലെ വാവരുപള്ളി വിവാദത്തെക്കുറിച്ചാണ്. സത്യത്തിൽ ഹിന്ദുവിൻ്റെ ശാപം ഒരു കൂട്ടം ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും തകർക്കാൻ കാത്തിരിക്കുന്ന ചിലരുടെ ഗൂഢതന്ത്രങ്ങളുടെ ഒത്താശക്കാരാണ് മതേതർ എന്ന ലേബലിൽ കഴിയുന്ന ഈ കൂട്ടർ. കാലാതീതമായ മാറ്റങ്ങളും പുരോഗമന ആശയങ്ങളും തങ്ങളുടെ ക്ഷേത്രാചാരങ്ങളും നടപ്പിലാക്കാൻ ഹൈന്ദവർ എപ്പോഴും സന്നദ്ധരായിരുന്നു. പാലക്കൊമ്പെഴുന്നള്ളിക്കൽ പാട്ട്, അയ്യപ്പനും വാവരുമായുള്ള വെട്ടുതടവ്, വേട്ടവിളി എന്നും ഇതിനെ പറയും. കനലാട്ടം എന്നീ ചടങ്ങുകൾക്ക് ശേഷം ഗുരുതിയോടെ ചടങ്ങുകൾ അവസാനിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് ഇക്കാലത്തെ വേട്ടവിളി. ഒരു കോമഡി ഷോ പോലെയാക്കി മാറ്റിയ ഇത് കണ്ടു ചിരിക്കുന്നതും ചുറ്റിലും നിൽക്കുന്ന ഹിന്ദുക്കൾ തന്നെ. അയ്യപ്പൻ വിളക്കിന് താൽക്കാലിക ക്ഷേത്രങ്ങൾ പണിയുന്നത് വാഴപ്പോള, മുളയാണി, ഈർക്കിലാണി, കുരുത്തോലത്തോരണങ്ങൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു. അല്ലാതെ പച്ചപുതച്ച മകുടവും ചന്ദ്രക്കലയും നക്ഷത്രവും ഒക്കെയുള്ള മുസ്ലിം പള്ളിയുടെ മിനിയേച്ചർ രൂപമല്ല. നിസ്കാരവും ബാങ്കുവിളിയും ഇതിനിടയിൽ കുത്തിത്തിരുകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചിന്തിക്കണം. ഇതൊക്കെ കണ്ടിട്ടും വിശ്വാസികൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഇത് ആചാരമല്ല, അവഹേളനമാണ്, ശുദ്ധ അസംബന്ധമാണ്. ഒരു വശത്ത് അധിനിവേശത്താൽ തകർത്തു തരിപ്പണമാക്കിയ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാൻ വിശ്വാസികൾ കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ക്ഷേത്രത്തിനുള്ളിൽ പള്ളി പണിത് കോമാളിത്തരം കാട്ടുന്നതിന് കൂട്ടുനിൽക്കുന്നതും ഹിന്ദുക്കളും ദേവസ്വം ബോർഡുമാണെന്നത് അപജയമാണ്. അയ്യപ്പൻ വിളക്കെന്ന ഈ കോപ്രായം നടക്കുന്നത് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലാണെന്നതും മനസ്സിലാക്കണം. മറ്റു പള്ളികളെപ്പോലെ വാവരുപള്ളിയിലും എഴുതി വച്ചിരിക്കുന്നത് അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നാണ്. പിന്നെ എന്തിനാണ് മാലയിട്ട് നോയമ്പ് നോറ്റ് അയ്യനെ ദർശിക്കാൻ പോകുന്നവർ അവിടെ പോകുന്നത്? നിങ്ങൾ വിഗ്രഹ ആരാധകരാണ്, കാഫറുകളാണ്. നിങ്ങളെ നിഗ്രഹിക്കാൻ കോപ്പുകൂട്ടി കാത്തിരിക്കുന്നവർക്ക് നിങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ധനം കൊണ്ടുകൊടുക്കുന്നത് എത്ര കണ്ട് അഭികാമ്യമാണ് എന്ന് വിശ്വാസികളും ഹൈന്ദവ സമൂഹവും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തിരിച്ചറിവുകളിലേക്ക് അയ്യൻ്റെ കടാക്ഷമുണ്ടാകട്ടെ. ഏവർക്കും നന്മയുണ്ടാകട്ടെ.